ഹലോ കൂട്ടുകാരെ! അങ്ങനെ എന്താവോ ഇന്നത്തെ പരിപാടിന്ന് ആലോചിക്കുന്ന കുറച്ച് കൂട്ടുകാർക്കും, ചിലപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ഇന്നത്തെ എൻ്റെ പരിപാടി എന്താന്നുള്ളതും. കാരണം തമ്പനെയിൽ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ദാ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ബസാറിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞാൻ മത്തങ്ങയുടെ ഇലയും മത്തങ്ങയും അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ് കേട്ടോ. അത് ഒന്നാന്തരം പൈനാപ്പിളാണ്. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. ഒരെണ്ണത്തിന് ഞാൻ 2 ദിവസം മുമ്പ് 20 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു കേട്ടോ. നല്ല മധുരമാണ്. ഇവിടുത്തെ ലോക്കലാണ്. അപ്പോൾ ദാ ഇവിടുത്തെ ലോക്കൽ കുറേ പച്ചക്കറികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊന്നും ലോക്കലൊന്നുമല്ല. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ലോക്കൽ പച്ചക്കറികളാണ്. അപ്പോൾ ഒക്കെ നല്ല എന്താ പറയുക വിഷമടിക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മത്തങ്ങ എനിക്ക് കിട്ടിയില്ല. മത്തങ്ങ ഇല തൽക്കാലം കിട്ടി. അപ്പോൾ മത്തങ്ങ വേറൊരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഇവർക്കൊക്കെ എനിക്ക് ഏകദേശം പരിചയമായി കേട്ടോ. ഇവിടെ സാധാരണ ചേട്ടനെയും ചേച്ചീനെയും പൂ പി അങ്ങനെ വിളിക്കാം കേട്ടോ. കാപ്പു കാപ്പി അതാണ് ചേട്ടൻ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ദാ മത്തങ്ങ തപ്പി വേറൊരു ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ ദാ എനിക്കൊരു കുഞ്ഞു മത്തങ്ങ കിട്ടി. 40 രൂപയാണ് കേട്ടോ. നല്ല ഫ്രഷ് മത്തങ്ങയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ അതും വാങ്ങി തിരിച്ച് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഒരു പരിചയമുള്ള ചേച്ചിനെ കണ്ടപ്പോൾ ജസ്റ്റ് വർത്താനം പറഞ്ഞു കേട്ടോ. ഈ പംകിനെ മിസോല് മായി എന്നാണ് കേട്ടോ പറയുക. അപ്പം ഞാൻ എൻ്റെ സന്തോഷം അവരെ അറിയിക്കായിരുന്നു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദാ വിറ്റാമിൻസിൻ്റെ ഒരു കലവറയുമായിട്ടാണ് ഞാൻ കാട് ഇളകി പോകുന്ന പോലെ മത്തങ്ങയുടെ ഇലയും മത്തങ്ങയൊക്കെ കൊണ്ട് ഞാൻ പോയി നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് വെക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടോ. അങ്ങനെ നമ്മുടെ ചോറും നമ്മുടെ പംകിൻ ഫ്രൈയും നമ്മുടെ മിസോ ബായും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോഴേ നാട്ടിൽ പോയി ഞാൻ എന്തെങ്കിലും ഈ ഡിഷ് ട്രൈ ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റ, സീ യു, ബൈ.